അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താഴ്ന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താഴ്ന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. പെരുമഴ പോൽ പെയ്യുന്നു അത്ഭുതവും വിടുതലും ഈ ജനനദിയിൽ. പെരുമഴ പോൽ പെയ്യുന്നു അത്ഭുതവും വിടുതലും ഈ ജനനദിയിൽ. എന്നെ ചുറ്റുമ്പോൾ, ഓ സങ്കടമാകും ചെങ്കടൽ എന്നെ ചുറ്റുമ്പോൾ, തൃക്കരം എന്നെ താങ്ങുന്നേ അക്കരെ എത്തിച്ചിടുന്നേ. 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 അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം, നീതിമാന്മാർ നിലവിളിച്ചു, കർത്താവ് കേട്ടു. The righteous cried and the Lord heard. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ വചനം പറയുന്ന പോലെ ദൈവത്തിന്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്ന് അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടുന്ന് വിളമ്പിത്തരുന്ന മന്ന ഭക്ഷിച്ച് സ്തോത്രം ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ ഞങ്ങളെ ശക്തീകരിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദിയപ്പ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. The righteous cried and the Lord heard. നീതിമാന്മാർ നിലവിളിച്ചു, കർത്താവ് കേട്ടു. സങ്കീർത്തനങ്ങൾ 34:17. Psalm 34:17. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. The righteous cry and the Lord heard and delivered them out of all their troubles. വീണ്ടും സങ്കീർത്തനങ്ങൾ 118:15. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്. Shouts of joy and victory resound in the tents of the righteous. The Lord's right hand has done mighty things. നീതിമാൻ നിലവിളിക്കേണ്ടി വരുമോ? അത് ചോദ്യമാണ്. നീതിമാൻ നിലവിളിക്കേണ്ടി വരും എന്ന് വചനം പറയുന്നു. സങ്കീർത്തനങ്ങൾ 34:19 പറയുകയാണ്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും കർത്താവ് അവനെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. തിരുവചന പ്രകാരം നീതിമാൻ നിലവിളിച്ചപ്പോൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അത്ഭുതങ്ങൾ അനവധി ഉണ്ടായി എന്നാണ് നാം കാണുന്നത്. ഒരു ദോഷവും ചെയ്യാതെ തന്നെ നീതിമാന് നിലവിളിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ ദോഷം ചെയ്തതിന്റെ ഫലമായി നിലവിളിക്കുന്ന നീതിമാന്മാരെയും ദൈവവചനത്തിൽ കാണാൻ കഴിയും. മോശ ഒരു ദോഷവും ആർക്കും ചെയ്യാത്ത വ്യക്തിയായിരുന്നു, ഭക്തനായിരുന്നു, സൗമ്യനായിരുന്നു. മരുഭൂമിവാസത്തിൽ ഇസ്രായേൽ ജനത്തെ നയിച്ച മോശ രഫീദിൽ പാളയമിറങ്ങി. അവിടെ ജനത്തിന് കുടിക്കുവാൻ വെള്ളമില്ല. പുറപ്പാട് 17:4 നാം അത് കാണുന്നു. മോശ യഹോവയോട് നിലവിളിച്ചു, ജനത്തിന് ഞാൻ എന്ത് ചെയ്യേണ്ടു? അവരെന്നെ കല്ലെറിയുവാൻ പോകുന്നുവല്ലോ എന്ന് പറഞ്ഞു. സ്തോത്രം. നീതിമാന്റെ പിറകിൽ കല്ലുമായിട്ട് നിൽക്കുന്ന പലരും കാണാം. പ്രത്യേകിച്ച് ഈ ആധുനിക യുഗത്തിൽ സ്തോത്രം കല്ലെറിയാനായിട്ട് തന്നെ ഒരുങ്ങി വന്നിട്ടുള്ള അനേകരുണ്ട്. സ്തോത്രം. ജോഷുവയുടെ കർത്താവ് പറഞ്ഞെന്താണ്? നിന്റെ ജീവിതകാലത്ത് ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കില്ല, മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാനും നിന്റെ കൂടെ ഇരിക്കുമെന്ന്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. സ്തോത്രം. ആ ഭയം വിട്ടുമാറട്ടെ. സ്തോത്രം. എന്റെ കർത്താവ് അറിയാതെ സഹോദര സഹോദരി ആർക്കും നിന്നെ തൊടാൻ കഴിയത്തില്ല.
ആമേൻ. നീതിമാനായ മോശ കരയുന്നു. യഹോവയുടെ സ്നേഹിതനായ മോശ കരയുകയാണ്. ജീവിതത്തിൽ കരയേണ്ടതായ സന്ദർഭങ്ങൾ വന്നു ചേരുമ്പോൾ ഓർക്കുക, നമുക്ക് മുമ്പേ നീതിമാനായിട്ടും മോശ കരഞ്ഞു. കരഞ്ഞ മോശയോട് ദൈവം എന്താ പറഞ്ഞേ? അത് വളരെ വ്യക്തമായിട്ട് പുറപ്പാടിന്റെ പുസ്തകം 17:5-6 വാക്യത്തിലുണ്ട്. ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച വടിയും കയ്യിൽ എടുത്ത് ജനത്തിന്റെ മുൻപാകെ കടന്നു പോകുക. ഞാൻ ഹോരേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും. നീ പാറയെ അടിക്കണം. ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ മൂപ്പന്മാർ കാണുകയെ മോശ അങ്ങനെ ചെയ്തു. ഹല്ലേലൂയ. ദൈവം പറയുന്നത് പോലെ ചെയ്താൽ നീ അത്ഭുതം കാണും. അസാധ്യങ്ങളെ അവൻ സാധ്യമാക്കും. നീതിമാന്റെ നിലവിളി ദൈവസന്നിധിയിൽ എത്തും. ഹല്ലേലൂയ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. സ്തോത്രം. എപ്പോഴും നോട്ടം വിളിച്ചവനിലേക്കായിരിക്കണം. സ്തോത്രം. ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളുടെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ മനുഷ്യനെ കണ്ട് പുറകോട്ട് പോകരുത്. വിളിച്ചവൻ വിശ്വസ്തൻ. അടഞ്ഞ വാതിലുകൾ അവൻ തുറന്നു തരും. നീതിമാനെ ദൈവം കരയുവാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പുറകെ ഒരു അത്ഭുതം ദൈവം പ്രവർത്തിക്കും. ജീവിതത്തിലെ കണ്ണീർ ദൈവമഹത്വം ദർശിക്കുവാൻ മാത്രമാണ്. മാർത്തായും മറിയവും കരഞ്ഞു. ഒരു ഉയിർപ്പ് കാണുന്നതിനായിരുന്നു. മക്കളെക്കുറിച്ച് ദൈവം മുമ്പിൽ കരഞ്ഞാൽ തീർച്ചയായും ഒരത്ഭുതം നാം ദർശിക്കും. എവിടേക്കെയോ മോശ കരഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. നീതിമാനായി ജീവിച്ച് ദോഷത്തിലേക്ക് കാൽ ചുവട് വെച്ചാൽ കരയേണ്ടി വരും. യഹൂദയിൽ ആസായുടെ മകനായ യഹോശാഫാത്ത് ബാൽ വിഗ്രഹങ്ങളിൽ ആശ്രയിക്കാതെ തന്റെ പിതാവിന്റെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചു. സകല പൂജാഗിരികളെയും ആശർ പ്രതിഷ്ഠകളെയും യഹൂദയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. യഹോശാഫാത്ത് നാൾക്കുനാൾ ബലപ്പെട്ടതായി 2 ദിനവൃത്താന്തം 17-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. യഹോവശാഫത്തിന് അരുതാത്ത കൂട്ടുകെട്ട് മൂലം നിലവിളിക്കേണ്ടി വന്നു. നമ്മുടെ ആത്മീയതയെ തകർക്കുന്ന എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അവയെ മുറിച്ചു കളയണം. സന്തോഷത്തെ കാർന്നു തിന്നുന്ന എത്തിക്കണ്ണികളാകുന്ന ദുഷിച്ച ബന്ധങ്ങൾ മുളയ്ക്കുമ്പോഴേ മുറിച്ചു മാറ്റണം. അല്ലെങ്കിൽ നിലവിളിക്കേണ്ടി വരും. അരുതാത്ത ബന്ധങ്ങൾ സമാധാനം നൽകില്ല. നമ്മുടെ നിത്യമായ സ്നേഹിതന്മാർ ദൈവദൂത സംഘമാണ്. ഏലിയാവിന്റെ ചൂരച്ചെടി തണലിലും പത്മോസിന്റെ ഏകാന്തതയിലും യാബോക്ക് കടലിലും ബേഥേലിലും മമ്രയുടെ തോപ്പിലും സിംഹക്കുഴിയിലും തീച്ചൂളയുടെ നടുവിലും ഗത്സമനകളിലും ഇറങ്ങി വരും ആ ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. ഈ ദൈവ സാന്നിധ്യത്തിൽ നമ്മെ തന്നെ പുതിയ 91-ാം സങ്കീർത്തനം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഹല്ലേലൂയ. ഈ പ്രത്യാശ വചനത്താൽ ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അനർത്ഥങ്ങൾ നീതിമാനും മാത്രമാണ്. അത് അനവധിയായിരിക്കും. എങ്കിലും താങ്ങുന്നൊരു കരമുണ്ട്, സൗഖ്യമാക്കുന്നൊരു കരമുണ്ട്, ബലപ്പെടുത്തുന്നൊരു കരമുണ്ട്. ആ കരം വെളിപ്പെട്ടത് ദൈവവചനത്തിലൂടെയാണ്. നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ, നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ, നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. സ്നേഹവനായ പിതാവേ, ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ തന്നതിനായി നന്ദി പറയുന്നു. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഹല്ലേലൂയ വിശുദ്ധ തെരഞ്ഞെടുപ്പിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഞങ്ങളെ നേരെ വരുന്ന എല്ലാ അനർത്ഥങ്ങളെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് ഹല്ലേലൂയ അവിടുന്ന് തരുന്ന ആലോചന പ്രകാരം അവയെല്ലാം ഒഴിഞ്ഞു മാറി അവിടുത്തെ ഡയറക്ഷനനുസരിച്ച് മുന്നോട്ട് പോകാൻ കൃപ ചെയ്യണം. ഞങ്ങൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയായി മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. പിന്മാറ്റത്തിൽ പോകുന്നവരെ കണ്ട് മനസ്സ് മടുത്തു പോകാതെ ഹല്ലേലൂയ പടചേർത്തവന്റെ ഇഷ്ടം നിറവേറ്റുന്ന യഥാർത്ഥ പടയാളികളായി മുന്നോട്ട് പോകാൻ ഞങ്ങളെ ശക്തീകരിക്കണം. ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പോൾ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധവർഗമായി തന്നെ നിൽക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. ആധുനിക യുഗത്തിൽ നിന്റെ മക്കളായ കർത്താവേ, നീ തന്നിരിക്കുന്ന ഞങ്ങളുടെ തലമുറകളുടെ മുൻപിൽ വരുന്ന അനർത്ഥങ്ങൾ കണ്ട് ഭയപ്പെടാതെ ഹല്ലേലൂയ ധൈര്യത്തോടെ നിന്നിൽ ആശ്രയിച്ച് കർത്താവെ മുന്നോട്ട് പോകാനുള്ള ശക്തി നിന്റെ മക്കൾക്ക് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബുദ്ധിമണ്ഡലത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ.
ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി മാറട്ടെ. ഹല്ലേലൂയ. എല്ലാ സംസ്ഥാനങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കേരളത്തെയും തമിഴ്നാടിനെയും കർണാടകത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ വയലുകളെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ ഓഫീസുകളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ തോട്ടങ്ങളെയും വയലുകളെയും അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ബിസിനസിന്റെ അതിരുകളെ അവിടുന്ന് വിശാലമാക്കി തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പൊ അവിടുന്ന് സൗഖ്യമാക്കുന്ന കർത്താവാണല്ലോ. അവിടുന്ന് എപ്പോഴും നിന്റെ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. പൂർണ്ണ സൗഖ്യം ഓരോ മക്കൾക്കും അവിടുന്ന് കൊടുത്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദി അപ്പാ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നീ കിടക്കും കണ്ണീർ കുഴിയിൽ ദൈവമിറങ്ങി വരുന്നു. നിന്റെ രോഗശയ്യയിലേക്ക് യേശു നടന്നു വരുന്നു. നീ കിടക്കും കണ്ണീർ കുഴിയിൽ ദൈവമിറങ്ങി വരുന്നു. നിന്റെ രോഗശയ്യയിലേക്ക് യേശു നടന്നു വരുന്നു. ഇപ്പോൾ തന്നെ സൗഖ്യം നേടും നീ. ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കും. ഇപ്പോൾ തന്നെ സൗഖ്യം നേടും നീ. ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കും. രോഗക്കിടക്ക മടക്കിയെടുത്ത് ശാപക്കിടക്ക ചുരുട്ടിയെടുത്ത് ജീവനിലേക്ക് നടന്നു പോകും നീ. ജീവനിലേക്ക് നടന്നു പോകും നീ. പെരുമഴ പോൽ പെയ്യുന്നു. അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു. അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, പൂവടയാളങ്ങൾ തോന്നിട്ടില്ല. അന്ധന്മാർ കാണുന്നു, ചകിടന്മാർ കേൾക്കുന്നു. ഇന്നേ വരെയും ലോകത്തിൽ കേട്ടുകേൾവിയില്ലാത്ത അതിശയവും ബലവും കാണുന്നു. ഇന്നേ വരെയും ലോകത്തിൽ കേട്ടുകേൾവിയില്ലാത്ത അതിശയവും ബലവും കാണുന്നു. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താഴ്ന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താഴ്ന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. പെരുമഴ പോൽ പെയ്യുന്നു. അത്ഭുതവും വിടുതലും